നമസ്കാരം. അർജന്റീന ടീമും ലയണൽ മെസ്സിയും കേരളത്തിലെത്തുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നതായി കായിക മന്ത്രി ബി അബ്ദുൾ റഹിമാൻ പറഞ്ഞിരുന്നു. ഇക്കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടെന്നും വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നുമായിരുന്നു മന്ത്രി വ്യക്തമാക്കിയത്. എന്നാൽ ഇന്ന് വാർത്താ സമ്മേളനത്തിലും അതുപോലെ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി മെസ്സി എത്തില്ല കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നാണം കെട്ട രീതിയിലാണ് ഇന്ന് നമ്മുടെ സ്പോർട്സ് മിനിസ്റ്റർ ഇറങ്ങിയത് എന്ന് തന്നെ നമുക്ക് പറയാം. അർജന്റീന ടീം കേരളത്തിൽ വരില്ലെന്ന വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. അർജന്റീന ടീം കളിക്കാൻ പോകുന്നത് ചൈനയിലായിക്കാണെന്നും കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതോടെയാണ് മെസ്സിയും അർജന്റീന ടീമും കേരളത്തിലെത്തുന്നത് സംബന്ധിച്ചുള്ള അനിശ്ചിതത്വം ആദ്യം ഉയർന്നത്. സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ പണമുണ്ടോ എന്നായിരുന്നു എല്ലാവരുടെയും സംശയം. അങ്ങനെ പണം ഉണ്ടായിരുന്നെങ്കിൽ ഈ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും കാത്തു നിൽക്കില്ലായിരുന്നു എന്നാണ് മന്ത്രി പറഞ്ഞത്. സംസ്ഥാന കായിക വകുപ്പാണ് അർജന്റീന ടീമുമായി ചർച്ച നടത്തിയതെന്ന് പറയുന്നു. അതിന്റെ ഭാഗമായി സ്പോൺസർഷിപ്പിന് വലിയ തുക മുടക്കാൻ സർക്കാരിന്റെ നിലവിലുള്ള അവസ്ഥ അനുവദിക്കുന്നില്ല. സ്പോൺസർമാർ ഒരുപാട് പേരുണ്ടായിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ അവരെല്ലാം തന്നെ മാറിയത് തുടർന്ന് നമുക്ക് മെസ്സിയെ നാട്ടിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല എന്നാണ് ഇപ്പോൾ നമ്മുടെ മന്ത്രി പറയുന്നത്. ഇതിനായി 2 കമ്പനികളെ സ്പോൺസർമാരായി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ സ്പോൺസർക്ക് റിസർവ് ബാങ്കിന്റെ അനുമതി ലഭിച്ചില്ലെന്നും മന്ത്രി പറയുന്നു. സ്പോൺസർഷിപ്പ് രണ്ടാമത്തെത്തിയവരാണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ. അവർ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കാമെന്ന് അറിയിച്ച് കത്ത് നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെ റിസർവ് ബാങ്കിന്റെയും അനുമതി അവർക്ക് ലഭ്യമാക്കി കൊടുത്തു. സ്പോൺസർമാരോട് പണം വളരെ വേഗത്തിൽ അടയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം വരെയും അദ്ദേഹം പറഞ്ഞത്. കുറച്ച് കാലതാമസം ഉണ്ടായിരിക്കാമെന്നും 175 കോടിയോളം രൂപ നൽകേണ്ടി വരുമെന്നും ഒക്കെ പറഞ്ഞിരുന്നു. എന്നാൽ സ്പോൺസർമാർ കാലുവാരിയതോടെ ആകെ പെട്ടുപോയത് മന്ത്രിയാണെന്ന് പറയണം. സ്പോൺസർമാർ ആശങ്കകളൊന്നും ഇതുവരെ അറിയിച്ചിട്ടില്ലായിരുന്നു എന്ന് ഇന്നലെ അവരെ പിന്തുണച്ചുകൊണ്ട് പറഞ്ഞവരൊക്കെ ഇന്ന് രാവിലെ സ്പോൺസർമാർ ചതിച്ചു എന്ന് തന്നെയാണ് പറഞ്ഞത്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അവരുണ്ടാക്കിയ കരാർ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്ന് ഇന്നലെ പറഞ്ഞ അബ്ദുൾ റഹിമാന്റെ മുഖം ഇന്ന് പ്രതികരിച്ചപ്പോൾ വളരെ ദുഃഖത്തിലായിരുന്നു. മെസ്സി എത്തില്ല എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിലെ കൊച്ചുകുട്ടികൾ പോലും കരഞ്ഞു എന്ന് വേണം പറയാൻ. അത്രയേറെ ആരാധകരുള്ള അർജന്റീനിയൻ ടീം പിന്മാറിയതിനെ സ്പോൺസർമാരോട് തന്നെ വളരെയധികം വിദ്വേഷവും ഇപ്പോൾ പറയുന്നുണ്ട്. കായിക വകുപ്പ് വിശദീകരണം ഇപ്പോൾ തേടിയിട്ടുണ്ട്. മെസ്സിയുടെയും സംഘത്തിന്റെയും വരവ് അനിശ്ചിതത്തിലാക്കിയത് സ്പോൺസർമാർ ആണെന്ന് കായിക വകുപ്പിന്റെ കണ്ടെത്തലുണ്ട്. ജനുവരിയിൽ പണം നൽകാമെന്നായിരുന്നു സ്പോൺസർമാരുടെ വാഗ്ദാനം. നിശ്ചിത സമയത്തും സ്പോൺസർമാർ തുക നൽകിയില്ലെന്ന് കായിക വകുപ്പ് പറയുന്നു. വിശദീകരണം തേടി കായിക വകുപ്പ് സ്പോൺസർമാർക്ക് കത്തയക്കും. അർജന്റീന ടീം കേരളത്തിൽ എത്തുമെന്നും 2 സൗഹൃദ മത്സരങ്ങൾ കളിക്കുമെന്നാണ് കഴിഞ്ഞ വർഷം നവംബറിൽ മന്ത്രി പി അബ്ദുൾ റഹ്മാൻ പറഞ്ഞത്. അതുപോലെ തന്നെ കാര്യത്തെ പിന്നീട് സ്പോൺസർമാർ SHPC സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. SHPCയിലാണ് അർജന്റീന ടീമിന്റെ ഇന്ത്യയിലെ സ്പോൺസർമാർ ഉള്ളത്. മെസ്സി ഉൾപ്പെടുന്ന അർജന്റീന ദേശീയ ഫുട്ബോൾ ടീം 2025 ഒക്ടോബറിൽ ഇന്ത്യയിലെത്തി ഒരു അന്താരാഷ്ട്ര പ്രദർശന മത്സരം കളിക്കുമെന്നാണ് HSBC പ്രസ്താവനയിൽ പറഞ്ഞിരുന്നത്. എന്നാൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അർജന്റീന കേരളത്തിൽ എത്തില്ല. കേരളത്തിൽ കളിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കേരളത്തിൽ എത്താമെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ കേരള കായിക മന്ത്രിയുടെ ഓഫീസിനെ ഇമെയിലിലൂടെ അറിയിച്ചതായും പറഞ്ഞിരുന്നു. വലിയ തുക ചെലവ് വരുന്ന മത്സരം നടത്താൻ കായിക വകുപ്പ് ശ്രമം തുടങ്ങിയതായും റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. മത്സരത്തിന് ഡേറ്റിനായി തന്നെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി സംസ്ഥാന സർക്കാർ ധാരണയിലെത്തിയതായും പറഞ്ഞിരുന്നു. മത്സരം നടത്തിപ്പിനായി തന്നെ ഭീമമായ തുക ആവശ്യമായി വരുമെന്നും 100 കോടിയിലധികം ചിലവ് വരുമെന്നുമാണ് കണക്കാക്കുന്നതെന്നുമായിരുന്നു അറിയിപ്പ്. സ്പോൺസർ വഴിയാകും ഈ തുക കണ്ടെത്തുകയെന്നും സ്പോൺസർമാരുടെ കാര്യത്തിലും ധാരണയായാൽ റിപ്പോർട്ടുകൾ വരുന്നുവെന്നും പറഞ്ഞിരുന്നു. കേരളത്തിൽ ഫുട്ബോൾ അക്കാദമി ആരംഭിക്കുന്നതിനും സൗഹൃദ മത്സരത്തിനും അർജന്റീന ഫുട്ബോൾ അക്കാദമി സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്നും വി അബ്ദുൾ റഹ്മാൻ തന്നെ കഴിഞ്ഞ ദിവസം നേരിട്ട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു.